മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. ഓ രോഹിത്, എന്ത് കുഞ്ഞു കാറായത്, എന്നെ കൊണ്ട് പറ്റണില്ല, ഞാൻ വല്ലാതെ ടയേർഡ് ആവുന്നു, ഞാൻ പോവാ. പ്രശ്നകുമാരി പോകാൻ. എന്താ എന്റെ ഉദ്ദേശം? ഹലോ, ടൊയോട്ടയുടെ ഷോറൂം അല്ലേ? 3 മാസം വെയിറ്റിംഗ് പീരീഡിൽ ഇറക്കാൻ പറ്റിയ ഏതെങ്കിലും വണ്ടി യാർഡിലുണ്ടോ? അയ്യേ, കുറഞ്ഞൊന്നും വേണ്ട, മിനിമം ഒരു ഫോർച്യൂണർ. ഞാനൊരു യൂട്യൂബർ ആണേ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അതിന് ഇപ്പോൾ ഒരു കുടുംബ പ്രശ്നത്തിന് ഞാൻ തിരികൊളുത്താൻ പോവുകയാണ്. സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ മാസത്തെ ആദ്യത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ പറ്റിയുള്ള അപവാദങ്ങൾ. അത് ശരി, അപ്പൊ ഇത് രണ്ടുപേരുടെ ഒത്തൊട്ടുള്ള പരിപാടിയാണല്ലേ? അത് കഴിഞ്ഞ് 2ാമത്തെ എപ്പിസോഡിൽ നിങ്ങൾ എന്നെ പറ്റിയുള്ള കുറ്റങ്ങൾ പറയണം. ഇത് കേൾക്കുന്ന നാട്ടുകാർ നമ്മളെ തെറി വിളിക്കും. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. 2ാമത്തെ മാസം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത പല എവിഡൻസുകൾ നാട്ടുകാർക്കിടയിൽ ഇട്ട് കൊടുക്കുന്നു. അതിനെ അനുകൂലിക്കാനും പ്രതികൂലിക്കാനും ആൾക്കാരുണ്ടാവും. 3ാമത്തെ മാസം നമ്മൾ വണ്ടി ഇറക്കുന്നു. നടക്കാത്ത കാര്യത്തിന് വെറുതെ ഇങ്ങനെ ഉടച്ചു തീർക്കണോ തേങ്ങ? അതിനുശേഷം നമ്മൾ സാനിറ്റൈസർ അടിച്ച് ഒരു ഫാമിലി ട്രിപ്പ് തന്നെ പോകുന്നു. ഇടാ, നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഏത് ബുദ്ധി? ചേട്ടാ, സാനിറ്റൈസർ എടുക്കട്ടെ? ഏത് സാനിറ്റൈസർ ഒക്കെ തീർന്ന്. ഇത് വെർഷൻ 2.0. സുഹൃത്തുക്കളെ, ഞാൻ എന്റെ പെങ്ങളെ പറ്റി കുറച്ച് അപവാദം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. കുറച്ച് സ്വഭാവ ദോഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ വീട്ടിൽ ഒരു ജോലിക്കും കൂലിക്കും പോവാതെ ഓരോ ആമ്പിള്ളേരെ വിളിക്കുക, അഫയർ ഉണ്ടാക്കുക, അവരുമായിട്ട് സംസാരിക്കുക, അത് കട്ട് ചെയ്തിട്ട് അടുത്ത ആളെ വിളിക്കുക, അഫയർ ഉണ്ടാക്കുക, വിളിക്കുക, സംസാരിക്കുക, കട്ട് ചെയ്യുക. എനിക്ക് ഇതുപോലെ പുറത്തു പറയാൻ പറ്റും. ഒരു പെൺകൊച്ചിന്റെ ഭാര്യയല്ലേ? ഞാൻ ഇന്നേ വരെ ഇത് ആരുടെ പറഞ്ഞിട്ട് ഇനി പറയത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ സോഷ്യൽ മീഡിയ ഒന്നും നിങ്ങളുടെ മാത്രം ഇത് പറയുന്നത്. നാച്ചുറൽ ആക്ടിങ്. ഇത് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യണം. ഇതൊന്ന് വൈറലായതിനു ശേഷം അമ്മയുടെ അനിയത്തിയുടെ റിപ്ലൈ വീഡിയോ അവരുടെ ചാനലിൽ ഇടണം. അതും കത്തിക്കയറട്ടെ. ടൊയോട്ടോ പ്രാഡ തന്നെ നമുക്ക് ഇറക്കാം. ലോകമേ കാത്തിരുന്നു കാണുക, കരളുടഞ്ഞ് വീഴുന്നില്ല കേരളം. അവന് വലിയ വൃത്തി മെനയൊന്നുമില്ല. ഒരു ദിവസം ഇട്ട് നിക്കറിയുന്നവൻ 5-6 ദിവസം അലക്കാതെ ഇടും. അവനെ വൃത്തിയെ പറ്റി കൊണയടിക്കാൻ പറഞ്ഞു. കുളിക്കോ ഇല്ലെന്ന് ദൈവത്തിനറിയാം. പെണ്ണ് കെട്ടിയതിനു ശേഷം ഒരു അച്ചിക്കൊന്തനായിപ്പോയി. അവനൊരു പ്രശ്നേഷാണ്. അവനൊരു മുന്നയാണ്. അവനൊരു ആണും പെണ്ണും കെട്ടോനാണ്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞിരിക്കും. തന്തയ്ക്ക് പറക്കാത്തവനാണ്. ഇത് സ്ക്രിപ്റ്റിലില്ലല്ലോ. അത് നിന്റെ ചെയ്തി കാരണം ഉള്ളിന്റെ ഉള്ളിന്ന് വന്നു പോയതാണ്. ഓരോരുത്തർ പറയുന്നത് കേട്ടാ തൊലി ഉരിഞ്ഞു പോകും. അപ്പന്റെ പേര് നശിപ്പിക്കാനുണ്ടായ ഒരു സ്വന്തതി. ചേട്ടാ, ഇട്ട വീഡിയോസിലെ വ്യൂസ് കണ്ട വണ്ടി പോയിട്ട് ഒരു കിണ്ടി പോലും എടുക്കാൻ പറ്റൂല. ഓ മൈ ഗോഡ്. താഴെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. ഹലോ, ഇത് ടൊയോട്ട എന്നാണേ. യാർഡിൽ പുതിയ ഫോർച്യൂണർ വന്നിട്ടുണ്ടേ. ആണോ? എന്നാ പിന്നെ യാർഡിന്ന് ഷെഡി കയറ്റി. കാര്യങ്ങള് ഉദ്ദേശിച്ച പോലെ നടന്നില്ല. ഞാനിപ്പം തറയിലല്ലേ, എയറില്ല. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.